നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമുള്ള വാർത്തകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുവാനുള്ളത്. സാധാരണ നമ്മൾ ദുഃഖമുള്ള, പ്രയാസമുള്ള, പ്രതിഷേധമുള്ള, സർക്കാരിനോടൊക്കെ അഭ്യർത്ഥിക്കുന്ന, യാചിക്കുന്ന, അപേക്ഷിക്കുന്ന വീഡിയോകളാണ് പലതും ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സന്തോഷിക്കുന്ന ഒരു വീഡിയോ രാവിലെ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ വലിയ ആനന്ദവും സന്തോഷമുണ്ട്. എല്ലാവരും ഈ വീഡിയോ കാണുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഞങ്ങൾക്ക് തുകകൾ അയച്ചു തരിക, സംഭാവന അയച്ചു തരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പരാതികൾ, അവരാതികളൊക്കെ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ അറിയിക്കുക. എല്ലാം ഞങ്ങൾ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. 3% ഗഡു, 3% DA ഗഡുക്കളായി നൽകാനുള്ളതിൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 19%, അത് 19% DA ഉണ്ടെന്നൊരു കണക്ക് പെൻഡിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം 2-3 വർഷമായി DAയുടെ പെൻഡിങ് ഉണ്ട്. അതിൽ 3% DA അനുവദിച്ചിരിക്കുകയാണ് എന്നുള്ള വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഞങ്ങൾ ഒരുപാട് വീഡിയോസ്, ഒരു 10-12 വീഡിയോ എങ്കിലും DAയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. DAക്ക് ഇനി ഒരുപാട് ആയുസില്ല എന്നുള്ളതാണ് കൃത്യമായി ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കാരണം DA പോലുള്ള കാര്യങ്ങൾ അധികകാലം ഓടില്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ പെൻഡിങ് ഉള്ളത് കൊണ്ടും അത് പല കാരണങ്ങളാൽ സർക്കാർ കൊടുക്കുന്നു. ഓണത്തിന് എന്തായാലും 2000 കോടി രൂപ എങ്കിലും അധികമായൊരു ബാധ്യത വരും സർക്കാരിന്. അത് പിന്നെ 5-5.5 ലക്ഷം ജീവനക്കാർക്ക് പെൻഷൻ പറ്റിയവർക്കും എല്ലാം ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. സർക്കാർ സർവീസിലുള്ളവർക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. അപ്പോഴും EPF വാങ്ങുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പെൻഷൻ്റെ ഗുണം കിട്ടില്ല. അവർക്ക് EPFൻ്റെ പൈസ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം EPF ഉള്ളൂ, പ്രൊവിഡന്റ് ഫണ്ട് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിൻ്റെ തുക കിട്ടത്തില്ല. അവർക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നാമമാത്രമായ തുക മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് കിട്ടത്തില്ല. അതേസമയം അല്ലാതെ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. 2000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. സർക്കാരിൻ്റെ കണക്കുകളാണ്. എന്തായാലും DA അനുവദിച്ചുകൊണ്ട് ഉത്തരവിൽ ബാലഗോപാൽ ധനമന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ ഭരണപക്ഷ അനുകൂല സംഘടനകളും പ്രതിപക്ഷ അനുകൂല സംഘടനകളും ഒക്കെ വന്നിട്ട് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്ന് ഞങ്ങളെ തെറി പറയാറുണ്ടായിരുന്നു. ഇന്നലെ മറ്റൊരു വീഡിയോ, ഇതുമായി ബന്ധമില്ലാത്തൊരു വീഡിയോയിൽ വന്നിട്ട് ഒരു സുഹൃത്ത്, അതാരാണെന്നറിയില്ല, ഒരു സുഹൃത്ത് ചോദിച്ചു എവിടെയാടാ DA എന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ തെറി പറഞ്ഞു. ഞങ്ങൾ അതിന് മറുപടി കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞങ്ങൾ അതിനകത്ത് മറുപടിയൊന്നും പറയാൻ പോയില്ല. വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, എന്ത് ചെയ്യാം, ഞങ്ങളൊന്നും ചെയ്തില്ല, അവിടെ കിടന്നോട്ടെ. കാരണം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വികാരവും വിചാരവും ഒക്കെ നോക്കി നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല. കിട്ടുന്ന വിവരങ്ങൾ അകത്തുനിന്ന്, സർക്കാരിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ കിട്ടുന്ന വിവരങ്ങൾ അത് പലതും കിട്ടാൻ പ്രയാസമായിരിക്കും. എന്നാലും പറ്റുന്ന വിവരങ്ങളൊക്കെ എടുത്താണ് പുറത്തു കൊടുക്കുന്നത്. 2 ഗഡു DA കൊടുക്കാനായിരുന്നു ആദ്യം ധാരണ. പക്ഷേ അത് ഫയലായൊക്കെ വന്നപ്പോൾ 1 ഗഡുവിലേക്ക് പോയി, 3%ത്തിലേക്ക് പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ ആളുകൾക്ക് കിട്ടുമായിരുന്നു. എന്തായാലും ബാക്കി DA എന്ത് ചെയ്യും എന്നുള്ളത് ഓണം കഴിഞ്ഞതിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പോഴും അത് ചില വർഷങ്ങളിൽ PF ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ പെൻഷൻ പറ്റുമ്പോഴേക്കാണ് അവർക്ക് ഗുണം കിട്ടുന്നത്. ചിലതങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്താണെന്നറിയില്ല. കാരണം ഇനിയിപ്പോൾ സർക്കാരിനൊരു 4-5 മാസക്കാലമേ, 5-6 മാസക്കാലമേ സർക്കാരിന് പീരീഡുള്ളൂ. മെയ് മാസമേ പീരീഡുള്ളൂ. അതുകൊണ്ട് ഇനി ചിലപ്പോൾ ഇലക്ഷനോടടുപ്പിച്ച് DA കൊടുക്കാൻ സാധ്യതയുണ്ട്. ബാക്കി DA ലയിപ്പിച്ചിട്ടൊക്കെ പോകാനുള്ള സാധ്യതയാണോ ഉള്ളതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് ഒരു ബഹളം കൂടി ഉണ്ടാക്കാനുള്ള സാധ്യത, ഗവൺമെൻറ് ഒരു അനുകൂലമായ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് കാരണം അങ്ങനെ ഒരു ഗുണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വരുന്നു. 2 തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് വലിയ പ്രധാനമാണ്. എന്തായാലും ഇപ്പോൾ 3% DA കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ള വളരെ വലിയ സന്തോഷമായ വാർത്തയാണ്. നമ്മുടെ സുഭാഷിതം ചാനലിൻ്റെ ബിഗ് ഇമ്പാക്റ്റായിട്ട്, മെഗാ ഇമ്പാക്റ്റായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഞങ്ങൾ നിരന്തരം ഇത് പറഞ്ഞു. ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ഇത് ചോദിച്ചിരുന്നു, നേരിട്ടുമൊക്കെ ചോദിച്ചിരുന്നു, സാർ നടക്കുമോ എന്നൊക്കെ. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി ഞങ്ങളെ ആളുകൾക്ക് ഈ ചാനൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഞങ്ങളുടെ 2 ചാനലിലും, സുഭാഷിതം ആൻഡ് ഗ്രീൻ ഗ്ലോബൽ, അത് 2ലും ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ DA ഒക്കെ കിട്ടിയല്ലോ, ഞങ്ങൾക്കും നിങ്ങൾ സംഭാവനകളൊക്കെ അയച്ചു തരിക. നിങ്ങളുടെ എല്ലാ സഹായവും അഭ്യർത്ഥനയും സ്നേഹവും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള പുതിയ വിഷയങ്ങളുമായി ഞങ്ങളെന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും.